ഇന്ന് നമുക്ക് ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി നോക്കാം. വേഗം തയ്യാറാക്കിയെടുക്കാൻ പറ്റും, പിന്നെ ടേസ്റ്റിയുമാണ്. ഇതിന് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കറിയൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അരിപ്പൊടി കൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനൽ ടേസ്റ്റ് ആൻഡ് ടെക്കിലേക്ക് സ്വാഗതം. ഇതിൻ്റെ പുതിയ ചാനലാണ്, അതുകൊണ്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഫസ്റ്റ് ആവശ്യമുള്ളത് ചെറുങ്ങനെ കട്ട് ചെയ്ത ഉള്ളിയും ക്യാരറ്റുമാണ്. ക്യാരറ്റ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി. പിന്നെ ബോയിൽ ചെയ്തിട്ട് ഞാൻ നല്ലോണം മാഷ് അല്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്തെടുത്താൽ മതി. പിന്നെ പാനിൽ ഓയിലിട്ടിട്ട് ജീരകം പൊട്ടിക്കുക, അതിൻ്റെ അകത്ത് ഉള്ളിയും ക്യാരറ്റും അങ്ങ് ഇട്ട് കൊടുക്കുക. ഉള്ളി ഒന്ന് ചെറുങ്ങനെ സോട്ട് ചെയ്തിട്ട് പിന്നെ നമുക്ക് ക്യാരറ്റും ഇട്ട് കൊടുക്കാം. ക്യാരറ്റ് സോട്ട് ചെയ്തതിന് ശേഷം ടേസ്റ്റിനനുസരിച്ചിട്ട് ഉപ്പ് ആഡ് ചെയ്യുക, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഇതെല്ലാം ഒന്നിട്ട് നല്ലോണം ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. ഇത് വേഗം തന്നെ ഉണ്ടായി കിട്ടും. ഇപ്പോൾ ഇവിടെ മസാല എല്ലാം നല്ലോണം ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഉരുളക്കിഴങ്ങ് ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കണം. ഉരുളക്കിഴങ്ങ് നല്ല രീതിയിൽ തന്നെ ഇത് ഗ്രേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് വലിയ വലിയ പീസ് ഉണ്ടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഗ്രേറ്റ് ചെയ്തെടുക്കുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ നമ്മളെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് അരിപ്പൊടി ഇട്ടിട്ട് അതിൻ്റെ അകത്ത് ടേസ്റ്റിനനുസരിച്ചിട്ട് ഉപ്പ് ഇട്ടിട്ട് ചൂടുവെള്ളം യൂസ് ചെയ്തിട്ട് വേണം നമുക്കിത് കുഴച്ചെടുക്കാൻ. ഞാനിപ്പോൾ അരിപ്പൊടി നല്ലോണം സോഫ്റ്റായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. കാണാൻ നല്ലോണം സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം കുറച്ച് ഓയിൽ ഇട്ടിടുക. കുറച്ച് ഹാർഡ് പോലെ തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ഇട്ടിട്ടാൽ മതി, അല്ലേ ഓയിലിടേണ്ട ആവശ്യമില്ല. അത് ഇടുന്നുണ്ടെങ്കിൽ തന്നെ കുറച്ച് മാത്രമേ ഇടാൻ പാടുള്ളൂ. ഓയിലിട്ടിട്ട് നല്ലോണം ഇങ്ങനെ തന്നെ നമ്മൾ നേരത്തെ കുഴച്ചെടുത്ത പോലെ തന്നെ നല്ലോണം സോഫ്റ്റായിട്ട് തന്നെ കുഴച്ചെടുക്കുക. ഞാനിപ്പോൾ നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ അകത്ത് നിന്ന് ചെറിയൊരു ബോൾ എടുക്കണം. അധികം വലിയ സൈസിൻ്റെ എടുക്കണ്ട, കാരണം നമ്മളിത് ആവിയിൽ വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ ചെറിയൊരു ബോൾ എടുത്തിട്ട് ഫസ്റ്റ് ഒന്ന് നമ്മൾ നല്ലോണം റൗണ്ടാക്കി എടുക്കുക. പിന്നെ കയ്യിൽ വെച്ചിട്ട് തന്നെ സൈഡ് ഫുള്ള് പരത്തി കൊടുക്കുക, ഒന്ന് വലുതാക്കി എടുക്കുക. സൈഡ് മെലിഞ്ഞിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് ഞാൻ നടുവിൽ കുറച്ച് കറി ഇട്ട് കൊടുക്കുക. അധികം കറി ഇട്ടാൽ അതെന്തായാലും പുറത്താവും, അതുകൊണ്ട് കുറച്ച് കറി ഇട്ടാൽ മതി. നമ്മൾ ചെറിയ ബോളിലാണ് എടുക്കുന്നത്. അപ്പോൾ സൈഡ് ഫുള്ള് നല്ലോണം പ്രസ് ചെയ്ത് എന്നിട്ട് നമുക്കിത് പിന്നെയും ബോൾ ഷേപ്പാക്കാം. ചെറുങ്ങനെ കറി പുറത്താകുന്നുണ്ട് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ അവിടെ ഈ ഡഫ് വെച്ച് മൂടിക്കൊടുത്താൽ മതി, കാരണം നമ്മൾ ഡഫ് ഭയങ്കര സോഫ്റ്റ് അല്ലേ. അപ്പോൾ നമുക്ക് ഇങ്ങനെ തന്നെ എല്ലാ ബോൾസും തയ്യാറാക്കിയെടുക്കണം. ഞാനിവിടെ ഒന്നും കൂടെ കാണിച്ചു തരാം. ഒന്ന് ബോളാക്കുക, സൈഡ് ഫുള്ള് പ്രസ് ചെയ്ത് കൊടുക്കുക. നടുവിൽ പ്രസ് ചെയ്യേണ്ട, നടുവിൽ തടിച്ചിട്ട് തന്നെ വേണം. പിന്നെ കുറച്ച് കറി ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഈ മസാല ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നല്ലോണം പാക്ക് ചെയ്യുക. എന്നിട്ട് പിന്നെ ഒന്ന് റൗണ്ട് ആക്കിയെടുക്കുക. ഞാനിവിടെ എല്ലാ ബോൾസും കറി നിറച്ചിട്ട് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് സ്റ്റീം ചെയ്യാണ് വേണ്ടത്. അപ്പോൾ നമുക്കൊരു സ്റ്റീമറിൽ വെക്കാനുള്ള ഒരു പ്ലേറ്റ് എടുക്കാം. ഈ ബോൾസ് എല്ലാം എത്ര കൊള്ളൂ അതിൻ്റെ അകത്ത് അത്ര അങ്ങ് ഇട്ടെടുക്കാം. ഇത് നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ടുള്ള ഓപ്ഷനാണ് സ്റ്റീം ചെയ്യേണ്ട, അല്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് ഫ്രൈ ചെയ്തെടുക്കാം. പത്തൽ ഫ്രൈ ചെയ്യുമല്ലോ ഇല്ല, അങ്ങനെ ഫ്രൈ ചെയ്തെടുത്താൽ നല്ല ടേസ്റ്റി ആയിരിക്കും. ഇനി ഇത് സ്റ്റീം ചെയ്യാൻ വെക്കാം. ആകെ ഒരു 5 മിനിറ്റ് എടുക്കും. ഒരു 2 മിനിറ്റ് കഴിഞ്ഞാൽ അപ്പുറം സ്റ്റീം ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ നമ്മളവിടെ ടേസ്റ്റി ബോൾസ് റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ താളിച്ചു കൊടുക്കുക, ഇങ്ങനെ തന്നെ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇതിൻ്റെ അകത്ത് കുറച്ച് കറി കുറവായിരുന്നു. വേറൊരു ബോൾസും കൂടി ഞാൻ മുറിച്ച് കാണിച്ചു തരാം.
നമുക്കിതിന് വേറെ കറിയൊന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് കുറച്ച് കറി വേണമെങ്കിൽ നിങ്ങൾക്ക് കൂട്ടാം. അപ്പോൾ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്.